ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ മൊഡ്യൂൾ 3 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, വീഡിയോസ് ഇടുന്നത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, അതറിയാം. അപ്പോൾ കുറച്ച് പേരൊക്കെ മൊഡ്യൂൾ 4ഉം 5ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇടും. അപ്പോൾ അത് കുറച്ച് ഡിലേ വന്നത് കുറച്ച് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും മൊഡ്യൂൾ 3യിലൊരു ടോപ്പിക്കാണ് 3D പ്രിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ 3D പ്രിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതൊരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫാസ്റ്ററാണ്, കുറച്ചും കൂടിയും ഫാസ്റ്ററാണ്. സോ എന്താണെന്ന് ഡെഫിനിഷൻ നോക്കാം. 3D പ്രിൻറ്റിങ് ഈസ് ദ കമ്പ്യൂട്ടർ കൺട്രോൾഡ് സീക്വൻഷ്യൽ ലെയർ ഓഫ് മെറ്റീരിയൽസ് ടു ക്രിയേറ്റ് 3 ഡയമെൻഷണൽ സ്പേസ്. നമുക്കറിയാം 3D എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, 3 ഡയമെൻഷണൽ. 2D ഓൾറെഡിയൊക്കെ നമുക്കറിയാം, അതെന്താണ് 2 ഡയമെൻഷനാണ്. സോ 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് മേക്കപ്പ് ചെയ്തെടുക്കാം. പിന്നെന്താ, നമ്മളിത് എന്തിനാണ് യൂസ്ഫുൾ ആണ്? ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് geometrically complex components. A 3D digital model of the item is created either by computer aided design or using a 3D scanner. നമ്മൾ 3D സ്കാനർ അല്ലെങ്കിൽ CAD നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് CAD? നമ്മൾ സോഫ്റ്റ്വെയറിനെയാണ് CAD എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകണേക്കാട്ടി മുന്നേ ഞാൻ CADനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ BTech കഴിഞ്ഞ് നമ്മളൊരു ഫീൽഡിലേക്ക് വർക്കിന് പോകുമ്പോൾ ഇപ്പോൾ യൂഷ്വലി നമ്മുടെ എല്ലായിടത്തും ചോദിക്കുന്നതാണ് സോഫ്റ്റ്വെയർ അറിയോ, AutoCAD അറിയോ എന്നുള്ളത്. സോ നമ്മളത് ഷുവറായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളൊക്കെ ഓൾറെഡി കോളേജിൽ പഠിക്കുമ്പോൾ ലാബായിട്ട് വരും, പക്ഷേ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് നോളജ് ഉണ്ടാവുക. അതുപോലെ CAD അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ്. കാരണം നമ്മളിത് 4 കൊല്ലം കഴിഞ്ഞ് പുറത്ത് ഫീൽഡിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ പറയുന്നതാണ് ചോദിക്കുന്നത്, സോഫ്റ്റ്വെയർ കയ്യിലുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മളത് പഠിച്ചു എന്ന് വെച്ച് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകില്ല. അതുപോലെ തന്നെയാണ് 3D മാത്സ്, റെവിറ്റ് പോലത്തെ സോഫ്റ്റ്വെയർസൊക്കെ പഠിച്ച് കയ്യിൽ വെക്കുന്നത് നമുക്കിപ്പോഴും ഒരു ബെനിഫിറ്റാണ്. കാരണം അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള. കാരണം ഇപ്പോൾ ഹാൻഡ് ഡ്രോയിങ്സ് ഒക്കെ വളരെ കുറവാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കും, പക്ഷേ യൂഷ്വലി സോഫ്റ്റ്വെയർസ് കാരണം കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞിരിക്കാം, ബെറ്ററാണ്. അപ്പോൾ അഡീഷണലായിട്ട് അത് പഠിച്ച് വെക്കുന്നത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ഇതിലേക്ക് വരാം. പിന്നെ ദ പ്രിൻറ്റർ ദെൻ റീഡ്സ് ദ ഡിസൈൻ ആൻഡ് ലേസ് ഡൗൺ സക്സസീവ് ലെയേഴ്സ് ഓഫ് പ്രിൻറ്റിംഗ് മീഡിയം. ദിസ് ക്യാൻ ബി ലിക്വിഡ് പൗഡർ ഓർ ഷീറ്റ് മെറ്റീരിയൽസ് വിച്ച് ആർ ജോയിൻഡ് ഓഫ് യൂസ് ടു ക്രിയേറ്റ് ദ ഐറ്റം. ദ പ്രോസസ് ക്യാൻ ബി സ്ലോ ബട്ട് ഇറ്റ് എനേബിൾസ് ഓൾമോസ്റ്റ് എനി ഷേപ്പ് ടു ബി ക്രിയേറ്റഡ്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. 3D സ്കാനർ അല്ലെങ്കിൽ CAD എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനെയാണ് പറയുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് CAD എന്ന് പറയും. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാസ്റ്റർ കൺസ്ട്രക്ഷൻ ആണ്, ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. പിന്നെ ലോവർ ലേബറിൻ്റെ കോസ്റ്റ് പറഞ്ഞിട്ട് കുറവാണ്, കാരണം അവിടെ അത് വരുന്നില്ല. ഫ്യൂവർ പീപ്പിൾ മീൻസ് മോർ സേഫ് കൺസ്ട്രക്ഷൻ. ലെസ് മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ന്യൂ ഡിസൈൻസ് ആർ പോസിബിൾ ആസ് ദ 3D പ്രിൻറ്റർ ക്യാൻ ക്രിയേറ്റ് കോംപ്ലക്സ് സർഫസസ്. പിന്നെ ദ മെത്തേഡ് ആൻഡ് റിസൾട്ടിംഗ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ പ്രിൻറ്റഡ് കൺസ്ട്രക്ഷൻ എലമെൻറ്റ്സ് ആർ നോട്ട് യെറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ എന്താ പറയുക, നമ്മൾ 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനൊന്നുമില്ല, ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ റിലേറ്റ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡെഫിനേഷനും കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും യൂസസും കൂടിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്കിനനുസരിച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ ഇത്രയാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ നോക്കാം.